മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയും സഭകളുമായി നടത്തിയിട്ടില്ലെന്നും ബസേലിയോസ് മാർ ക്ലീമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഏകാധിപത്യപരമായ അധികാരം FCRA ബില്ലിലൂടെ നടത്താനാണ് ശ്രമിക്കുന്നതെന്നും ക്ലീമിസ് കത്തോലിക്ക ബാവ വ്യക്തമാക്കി. കേരളവും ബംഗാളും തമിഴ്നാടും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പ്രത്യേകതയിൽ പാർലമെൻറ്റിൽ ഈ സംസ്ഥാനങ്ങളിലെ MPമാരൊക്കെ അവരവരുടെ സംസ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ തിടുക്കത്തിൽ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു സാങ്കത്യം, അതിൻ്റെ ഒരു അനൗചിത്യം അത് ചോദ്യമായി നിൽക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഒരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ, ഭരണഘടന നൽകുന്ന ഉറപ്പ്, ഇതെല്ലാം പൂർണ്ണമായി പാലിക്കപ്പെടണം എന്നുള്ളത് ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികൾ ക്രൈസ്തവരിലും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലും അസ്വസ്ഥത സ്വാഭാവികമായി ജനിപ്പിക്കുമല്ലോ. ഇത് പുനഃപരിശോധിക്കുവാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. TV-യിലൊക്കെ കാണുന്ന കാഴ്ച ചർച്ചയില്ല എന്നാണ്. ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണ്ടേ ചർച്ചയില്ലെന്ന് ഇനിയും പറയുന്നത്. ചർച്ച ആരോട് നടത്തി? ഔദ്യോഗികമായി ഒരു ബോഡിയിലും ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളെ വെച്ചുകൊണ്ട് ചർച്ച നടത്തിയായിട്ട് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയും സഭകളുമായി നടത്തിയിട്ടില്ലെന്നാണ് ബസേലിയോസ് മാർ ക്ലീമിസ് കത്തോലിക്ക ബാവ വ്യക്തമാക്കിയത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? അവന്തിക, പ്രധാനമായും FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ആശങ്ക ക്രൈസ്തവ സഭകളിൽ നിലനിൽക്കുന്നു, ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചോദിക്കുന്നത്, എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്? കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ചർച്ചകൾ നടത്തി അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്താവുന്നതാണ്. അതിനുശേഷം മാത്രം ഈ ഭേദഗതിയുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ള ആവശ്യം തന്നെയാണ്. ഒരു തരത്തിലും ഔദ്യോഗിക തലങ്ങളിൽ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയല്ല ഇപ്പോൾ ഈ ഒരു ബില്ലിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇതിന് ഒരു ഏകാധിപത്യ സ്വഭാവമാണ് ഈ ബില്ലിനുള്ളത്. അത് സഭകളെ അതിന് അധീനതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം തന്നെയാണ് ഈ ബില്ലിലൂടെ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും പലതരത്തിലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ചും നേരത്തെ അത് ഓരോ മതവിഭാഗങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു സംശയം ആരെങ്കിലും പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് തള്ളിക്കളയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൽ നിന്നും, നിയമ ഭേദഗതിയിൽ നിന്നും പിന്തിരിയണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും സഭ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു ആവശ്യം പരിഗണിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അതിൽ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അത് വോട്ടർമാർ, ജനങ്ങൾ ആണ് തീരുമാനിക്കേണ്ടത്. ക്രൈസ്തവ സഭാ വിശ്വാസികൾക്കറിയാം എന്താണ് അവർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അവരുടെ യുക്തിക്കനുസരിച്ച് അതിലുള്ള തീരുമാനം അവർ സ്വീകരിക്കുന്നതായിരിക്കും എന്നുള്ളൊരു മറുപടി കൂടിയാണ് ബസേലിയോസ് മാർ ക്ലീമിസ് കത്തോലിക്ക ബാവ നൽകിയത്. അവന്തിക.